Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ചെറുപയർ കറിയുടേതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചെറുപയർ കറി തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ചെറുപയർ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുപയർ ആയതുകൊണ്ട് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർക്കണമെന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പക്ഷേ കുറച്ച് കൂടുതൽ സമയം വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം, ചെറുപയറിൻ്റെ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാത്തതാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക, കാരണം കുറച്ച് സമയം വേവാനുണ്ടാവുമല്ലോ. പിന്നെ വേണ്ടത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, കാരണം കുതിർത്ത് വെച്ചതായത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് നെടുക കീറിയതും അതുപോലെ തന്നെ 2 ഉണക്കമുളക് പകുതിയായിട്ട് മുറിച്ചതും കൂടെ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതിയാവും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇനി ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള ചെറിയൊരു സവാള ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വലിയ സവാളയാണെങ്കിൽ ഒരു 1/4 അല്ലെങ്കിൽ പകുതിയൊക്കെ മതിയാവും, ഒന്ന് മുഴുവനായിട്ട് എടുക്കണമെന്നില്ല. ചെറിയ സവാളയാണെങ്കിൽ ഒന്ന് എടുക്കുകയും ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സവാള നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവാളയൊക്കെ ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണക്ക് നന്നായിട്ട് മാറുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണക്ക് നന്നായിട്ട് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. തക്കാളി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ, ഒരുപാട് വഴന്ന് കുഴഞ്ഞു പോകണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറും ആ ഒരു വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ചെറുപയർ ചേർക്കുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ചെറുപയർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നല്ല കട്ടിയായിട്ടാണ് ഉള്ളതെങ്കിൽ, വെള്ളം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിടിലൻ ചെറുപയർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.